വെൽക്കം ബാക്ക് ടു ബെലികെബutterflies. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ വേറൊന്നുമല്ല, ഇതുപോലെ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ, കൺസീലർ, കറക്റ്റർ, കോണ്ടൂർ, ബ്രോൺസർ, ഹൈലൈറ്റർ ഇതൊന്നും വേറെ മേടിക്കണ്ട. ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു മേക്കപ്പ് പാലറ്റാണ് കേട്ടോ ഇത്. ബിഗിനേഴ്സിനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ, കാരണം അല്ലാത്തവർ എല്ലാം സെപ്പറേറ്റ് മേടിക്കുന്നവരായിരിക്കും. ബിഗിനേഴ്സിനാണെങ്കിൽ ഈ ഒരൊറ്റ പാലറ്റ് മേടിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്. ഇത് ജെൽ ടൈപ്പാണ്, ഹുദ ബ്യൂട്ടിയുടെ ഇല്ലുമിനേറ്റിംഗ് പ്രൈമറാണ്. ഓയിലി സ്കിൻകാർക്കൊക്കെ നല്ലതാണ് കേട്ടോ, ജെൽ ടൈപ്പ് ആയതുകൊണ്ട്. ഏകദേശം നമ്മുടെ അലോവേര ജെല്ലൊക്കെ യൂസ് ചെയ്യില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ ഇത്. ഭയങ്കര എഫക്റ്റീവ് എന്നൊന്നും എനിക്ക് തോന്നിയില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്രൈമറാണ് കേട്ടോ. കണ്ണിൻ്റെ മേളിലൊക്കെ ജെൽ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ വൈറ്റ് ടിൻ്റൊന്നുമില്ല, അങ്ങനെ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഞാനിത് ഫേസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലെ ഗ്രീൻ കളറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഒരു ഗ്രീൻ ഷെയ്ഡുണ്ട്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡും അതിൽ കാണാം, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ ടോണിന് ഏതാണ് മാച്ച് ആവുക അതാണ് യൂസ് ചെയ്യുന്നത്. ഇത് കറക്റ്ററായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ്. ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കോമ്പാക്ട് പൗഡർ ഞാൻ യൂസ് ചെയ്യുന്നത് ഡാസിൽസിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഇത് അഫോർഡബിളാണ്, ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു കോമ്പാക്റ്റാണ്. 100 രൂപ 110 രൂപ എങ്ങാണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇതിൽ കുറച്ച് ലൈറ്റായിട്ട് നമ്മുടെ സ്കിൻ ടോണിന് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കറക്റ്റർ അപ്ലൈ ചെയ്ത ഭാഗത്ത് തേച്ച് കൊടുക്കും. ബട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പുട്ടിയടിച്ച പോലെയൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ അങ്ങനെ ഇല്ല. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഫേസ്. അപ്പോൾ നിങ്ങളത് കണ്ടോളൂ. അപ്പോൾ ഞാൻ ആ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് നമ്മുടെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻസ് ഇല്ലേ, അതായത് മൂക്കിൽ, താടിയിൽ, കവിളത്ത്, ചീക്സിൻ്റെ അവിടെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ താടി, മൂക്ക്, കവിളൊക്കെ ഇല്ലേ കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കും, നല്ല ഭംഗിയായിട്ട് നിൽക്കും ഫുൾ കഴിയുമ്പോൾ. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലെൻഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൈകൊണ്ട് ചെയ്യണമെങ്കിൽ കൈകൊണ്ട് ചെയ്യാം. ഇനി ഞാൻ അതിലേറ്റവും ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കോണ്ടൂർ ചെയ്യാൻ യൂസ് ചെയ്തു. അത് കോണ്ടൂർ ചെയ്യാനായിട്ട് ഇതിൽ ലൈറ്റ് ഷെയ്ഡുണ്ട്, ഡാർക്ക് ഷെയ്ഡുണ്ട്, അങ്ങനെ ഒരു മീഡിയം ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഡാർക്ക് ഷെയ്ഡ് ഏതാണോ അത് യൂസ് ചെയ്തിട്ട് കോണ്ടൂർ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ചീക്ക് ബോൺസിനും കൂടെ കോണ്ടൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫേസിൻ്റെ ഒരു ഡെഫിനേഷൻ കിട്ടും. നമ്മുടെ ചീക്ക് ബോൺസ് ഇല്ലേ, അത് കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ ഞാൻ മൂക്കിൽ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. മൂക്കിൽ നമ്മൾ സാധാരണ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ആ സെയിം ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് തന്നെ മൂക്കിൽ കോണ്ടൂർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നെറ്റിയിൽ കോണ്ടൂർ ചെയ്യും. നെറ്റിയിൽ ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അല്ല, ഇപ്പോൾ എനിക്ക് ഒരുപാട് നെറ്റിയില്ല, അപ്പോൾ പിന്നെ കോണ്ടൂർ ചെയ്യേണ്ട ശരിക്കും ആവശ്യമില്ല. എനിക്ക് ഒരുപാട് നെറ്റുള്ളവരൊക്കെ അവർക്കൊക്കെ കോണ്ടൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നെറ്റ് ചെറുതായിട്ട് തോന്നും, നല്ലതാണ്. അങ്ങനെ കോണ്ടൂർ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇതിൽ ഒരു വൈറ്റ് ഷെയ്ഡുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു ചെറിയൊരു ഗ്ലിറ്റർ കൂടി ഉണ്ട് കേട്ടോ, ഒരു ഷൈനിങ്ങും കൂടിയുണ്ട്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മൂക്കിൽ, താടിയിൽ, നെറ്റിയുടെ സെൻറ്ററിലായിട്ട്, പിന്നെ ചീക്സിൽ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹൈലൈറ്ററാണ് കേട്ടോ. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഷെയ്ഡ്സും എല്ലാ സ്കിൻകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സ്കിൻ ടോൺകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഷെയ്ഡ്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റർ ഒന്നും വേണ്ട, കറക്റ്റർ വേണ്ട, കോണ്ടൂർ വേണ്ട, കൺസീലർ വേണ്ട, ഫൗണ്ടേഷൻ വേറെ ഒന്നും മേടിക്കേണ്ട വരില്ല. എല്ലാം ഈ ഒരു ഒറ്റ പാലറ്റിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ നമ്മുടെ വില കുറഞ്ഞ ടൈപ്പ് ഐബ്രോ ആണ്, ബിഗിനേഴ്സിന് പറ്റിയത്. ഞാൻ തന്നിരിക്കുന്നത് എല്ലാം ബിഗിനേഴ്സിന് പറ്റിയതാണ് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് ADSൻ്റെ ഒരു ലൈനറായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. പിന്നെ ഞാൻ അതിലൊരു ഫൗണ്ടേഷൻ യൂസ് ചെയ്ത ടൈപ്പ് ഒരു ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്തു. ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തു ഐക്ക്, അത്രേ ഉള്ളൂ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് ഓഡിയോ ക്വാളിറ്റി ഭയങ്കര ബോറായിരിക്കും, നല്ല മഴയുടെ സൗണ്ട് ഉണ്ടാവും. പിന്നെ ഞാൻ NYBയുടെ കാജൽ യൂസ് ചെയ്തിട്ടാണ് കണ്ണ് എഴുതിയത്, ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് തന്നെ കണ്ണിന് ജസ്റ്റ് ഐ ഷാഡോ പോലെ കൊടുത്തു. പിന്നെ കോമ്പാക്റ്റ് യൂസ് ചെയ്തു. ഞാൻ സെയിം ആദ്യം കാണിച്ചിട്ടുള്ള കോമ്പാക്റ്റ് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് പറയാതെ. 110 രൂപയുടെ ഉള്ളൂ, ഡാസിൽസിൻ്റെയാണ്. പിന്നെ ഹുദ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തത്, അതും ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഷെയ്ഡും കാര്യങ്ങളെല്ലാം സൈഡിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. കാജൽ ഞാൻ യൂസ് ചെയ്യുന്നത് ADSൻ്റെ കാജലാണ്. റേറ്റ് കുറവാണ്, നല്ലൊരു കാജലാണ്. ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ഒന്നുമല്ല, എന്നാലും നല്ല തരക്കേടില്ലാത്ത കളറും കാര്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിന് പറ്റിയ നല്ലൊരു കിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.